ഹേ ഹലോ മഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. പ്ലീസ് ഞാൻ രാവിലെ തന്നെ പൊലച്ചക്കങ്ങ് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഡേ ആയിട്ടില്ല എന്നാണ് പറയുക. അമ്മാര് പൊലച്ചക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ്. പ്ലീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്ന്. കേസ് ഞാനിപ്പോൾ നിൽക്കുന്ന പലരുടെയും ഡ്രീം ആയിട്ടുള്ള സ്ഥലത്താണ്. എന്ന് വെച്ചാൽ പ്രകാശിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇത് ചേസസും കാര്യങ്ങളൊക്കെ ഇറക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഡെലിവറിക്ക് വന്നതാണെന്ന് തന്നെ പറയാം. ചേസസിൻ്റെ അല്ല, നമ്മളെ വണ്ടി ബിൽഡ് ചെയ്തിട്ട് പ്രകാശിലേക്ക് അങ്ങ് വന്നിക്കാണ്. സോ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ട്. കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, നമ്മളെ ബസ് എവിടെയുള്ളതെന്ന് അറിയില്ല. ഇവിടെ കുറേ ബസ്സും കാര്യങ്ങളൊക്കെ പണിതിറക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എൻട്രി പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഏകദേശം ഇവിടെ വന്നിട്ട് ഏകദേശം 5 മണിക്കൂർ അങ്ങനെ. ഇപ്പോഴും വണ്ടീനെ ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കഴിയാനായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഫുഡ് കഴിച്ച് വീണ്ടും വന്നിക്കാണ്. ഇവിടേക്ക് എൻട്രി ഇല്ല എന്നാണ് പറഞ്ഞത്. അവർ ഇവിടുന്ന് എന്താ ക്യാമറ ആയിട്ടും കൂടെ എൻട്രി ചെയ്യാൻ പറ്റൂല, അല്ലാണ്ട് പോവാം. നമുക്ക് വണ്ടി ഡെലിവറി ആയതുകൊണ്ട് സമയമായിട്ടാണല്ലോ പറഞ്ഞേക്കണേ. നമുക്ക് ഫസ്റ്റ് അവിടെ ഫുള്ള് ചുറ്റി നോക്കാം. അപ്പോൾ വണ്ടിയുള്ള ചെക്കപ്പിലാണ്. ഞാനും ഇതായിട്ട് വണ്ടി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വേറെയും കുറേ ബസ്സിന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കണേ. പക്ഷേ ഫസ്റ്റ് നമ്മളെ ബസ്സാണ്. കാരണം നമ്മൾ കുറേ ആയിട്ട് കൊടുത്തേക്കാണ്. കുറേ ദിവസമായി കൊടുത്തിട്ട്, ദിവസങ്ങളല്ല മാസങ്ങളെങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് എന്താ ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം നമ്മളെ വണ്ടി നോക്കാം. ഇവിടെ ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രക്ക് എന്തിനാ അവിടെ പണിയുന്നത്? ട്രക്കല്ല, ഇത് ബോഡി പാർട്സ് നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഓ ഗായ്സ്, ഇതാണ് നമ്മുടെ ചെറുക്കൻ പ്രകാശിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വരവ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. വണ്ടി ഇപ്പം എടുക്കാനായില്ല, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാനില്ല പറഞ്ഞാൽ. വലിയ ഫുള്ള് എന്തൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഗായ്സ്. ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമ്മൾ വണ്ടിക്കുള്ളത്. ഒരു ലൈറ്റ് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല, ഒക്കെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ബാക്ക് വ്യൂ. നല്ല അടിപൊളി വലിപ്പത്തിലുള്ള വണ്ടീനെ ഞാൻ പറയാം. നമ്മൾ കേരളത്തിൻ്റെതായ മറ്റേ എന്താ പറയുക, നിയമങ്ങൾ നല്ലൊക്കെ പാലിച്ചിട്ടുണ്ട് ഇതാണ് കാണുന്നത്. അപ്പോൾ ഇനിയാണ് ചെറുക്കൻ്റെ ഒരു വരവ് അറിയാം. പിന്നെ നമ്മളെ ടീമിൽ രണ്ടാമത്തെ ചെറുക്കനാണ് പുതിയത്. കാരണം ബസ് 3 ഇറങ്ങിയിട്ടുണ്ട്. 3 ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ. നമുക്ക് എന്തായാലും വണ്ടിയിലങ്ങ് കയറി കുത്തിരിക്കുക. ഓ എൻ്റെ പൊന്നോ, രാജകീയ ഫീൽ കേട്ടോ. ഇതൊക്കെയാണ് വണ്ടി, അടിപൊളി ഫീലിംഗ് ഞാനൊക്കെയാണ് കുത്തിരിക്കുമ്പോൾ. നമുക്ക് ഇനി സൈഡിലൊക്കെ അങ്ങ് പോയി കുത്തിരിക്കും നോക്കാം. ഗായ്സ്, ഇതാ ഇൻകേസ് ബാക്കത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ വന്നാൽ അടിപൊളി സീറ്റാണ്. നമ്മളെ സെറ്റും ബാക്കിലാണ് കുത്തിരിക്കുന്നത്. കുറേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. കാരണം എല്ലാ സ്ക്രീനിലും എല്ലാ സീറ്റും നമ്മൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് തന്നെ ഈ വണ്ടി പോയി. വണ്ടി ഫുള്ള് AC ആൻഡ് പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങ് ഡെലിവറി എടുക്കാം. നമ്മൾ ഗായ്സ്, വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കണം ഫസ്റ്റ് തന്നെ. ഇറങ്ങി വരുന്ന വീഡിയോ എന്താ വ്യൂ നിങ്ങൾ കാണിക്കാം, നിങ്ങളെ കാണിക്കാം. നമുക്ക് തന്നെ ഫസ്റ്റ് തന്നെ ഹൈഡിവേലിടാം, അല്ലെങ്കിൽ പണി പാടും, നല്ല വീഡിയോ രസം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഹൈഡിവേലിട്ട വീണ്ടും പോയി സെറ്റിങ്സ് എടുത്തപ്പോൾ ഇപ്പോൾ സമയം കുറേ എടുക്കല്ലേ വണ്ടി. വണ്ടിങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് ബസ് ഓടിക്കുന്നത്. ഗായ്സ്, നല്ല പുള്ളിങ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇപ്പോൾ ഇത് അശോക ലൈലാൻഡിൻ്റെ ചേസസും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മൾ എയ്ച്ചറിന് ടാറ്റൻ്റെ ചേസസിലേക്കൊന്നും പോയില്ല. കാരണം അശോക ലൈലാൻഡ് എന്ന് പറഞ്ഞൊരു വേറെ തന്നെ ഇമോഷനാണ്. നമ്മളെങ്ങനെ വണ്ടി നമ്മളെ സ്വന്തം വണ്ടി ഇറക്കുകയാണ്. അയ്യോ, അടി തട്ടോ,
ലിപ്പും കാലൊക്കെ വെക്കാനുണ്ട് കേട്ടോ ഇനി. മാസ് ട്യൂണിങ്ങെല്ലാം കിട്ടും. ഓ ഗൈസ് ചെറുക്കൻ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഗൈസ് ലൂസിഫറിലേക്ക് പുതിയ ഒരുത്തനും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടി ഇറങ്ങി വരുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ വണ്ടി നേരെ പണിയാൻ കൊടുക്കണം. അതിൻ്റെ പിന്നെ ഈ വേറെ സന്തോഷ വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ റോഡ് ടു 100 സബ്ബാണ്. അപ്പോൾ ഈ അതിൻ്റെ ഒരു വലിയൊരു ഗിവേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന ഗിവേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതായിരുന്നു, കോയിൻ കാർസ് അല്ലായിരുന്നു. ഇനി നമ്മളങ്ങോട്ട് കൊടുക്കാൻ വേണ്ട കോയിൻ കാർസും കാര്യങ്ങളൊക്കെയാണ്. അതാണ് വലിയ, അത് 1000-ൻ്റെ ചെറിയ കോയിനൊന്നല്ല നമ്മൾ കൊടുക്കുന്നത്. നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഈ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്കാണെങ്കിൽ ബസ് ഓടിച്ചിട്ട് തീരെ തഴക്കമില്ലാത്തതുകൊണ്ട് അതൊരു സീനാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് ഗായ്സ്, അയ്യോ വണ്ടി കയറുന്നില്ലേ? വണ്ടി കയറാത്തതല്ല, എനിക്ക് ഓടിക്കാൻ അറിയാത്തതാണ്. വണ്ടിക്ക് വേറെ തന്നെ വൈബന്നെ. ക്യാബിൻ്റെ ലൂസിഫറിലേക്ക് പുതിയ ചെറുക്കൻ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്, നേരെ വർക്കിലേക്ക്. നമ്മൾ ട്രാവലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അവൻ തന്നെ ഓടിക്കാൻ. ആ ബ്രോൻ്റെ ബസ്സും വർക്കിലാണ്, ഡേവിഡ് ബ്രോൻ്റെ. അതുകൊണ്ട് നമ്മളെ ബസ് ഇപ്പോഴൊന്നും കൊടുക്കാൻ വേണ്ടി കഴിയില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും. വേറെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ അത് ഇവിടെ ആയിട്ട് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കൊടുത്താൽ മതി. ഇവിടെ വെച്ചാൽ സിറ്റിയിലാണ്, സിറ്റി 1-ലാണ്. അപ്പോൾ ഗൈസ് ഇത് ഓടിച്ചിട്ട് അങ്ങോട്ട് കിട്ടുക. നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന മാതിരി വളച്ചാൽ കിട്ടൂല. പിന്നെ എനിക്ക് ഭയങ്കര തണുപ്പൊട്ടി വണ്ടിയിൽ ഓട്ടുമ്പോൾ. കാരണം അമ്മാതിരി പുലച്ചക്കാണ് നമ്മൾ വണ്ടി ഡെലിവറിക്ക് വന്നേക്കുന്നത്. ആക്ച്വലി നമ്മൾ വന്നത് പുലച്ചക്കല്ലായിരുന്നു, 12 മണിക്കായിരുന്നു രാത്രി. അപ്പം മുതൽ നിൽക്കപ്പോൾ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്. ഈ പേടിഎം ഇതെന്ത് അടങ്ങിയാറാണ് ഗസ്. നമ്മളെ അയ്യോ പേടിഎമ്മിൻ്റെ സൗണ്ട് കേസ് നിങ്ങളത് ക്ഷമിക്കുക. ഓ ഗായ്സ് കോടയും കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 മണി ആയില്ല, നമ്മൾ 12 മണീൻ്റെ മുന്നേ പ്രകാശിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മണിക്കൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രകാശിൽ. അപ്പോൾ ഈ സമയം 3 മണി പൊളിച്ചാണ് കേസ്. അവിടെ നല്ല കോടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ റോഡിൽ വന്നപ്പോൾ ഒക്കെ പോയി. എനിക്ക് വണ്ടി ഓട്ടം അറിയാത്തവന് നല്ല പോവാട്ടോ. ഒരു 80-ലൊക്കെയാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ റോഡ്. ഇപ്പോൾ നമ്മളുള്ളത് കേരളത്തിലല്ല, അതുകൊണ്ട് സീനും കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇനിയാണ് കേസ് ലോഡിങ്. ഇപ്പോൾ ഈ ലൂസിഫർ ട്രാവൽ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഈ അപ്പം നിങ്ങളെ ഡൗൺലോഡ് ആക്കണമായിരിക്കും. ഡൗൺലോഡ് അല്ലേ, യെസ് ജോയിൻ ആക്കുന്നതായിരിക്കും. ഇപ്പം ചെറുതായിട്ട് വയ്യൊന്ന് തെറ്റി. യെസ് ഇനി വണ്ടി എങ്ങനെ അവിടെ നിന്ന് തിരിച്ചെടുക്കും എന്ന് എനിക്കറിയില്ല. കാരണം യെസ് ഞാൻ ബസ്സൊക്കെ ഓടിച്ച് തുടങ്ങണേ ഉള്ളൂ. അയ്യോ എനിക്ക് പേടിയാവുന്ന യെസ്, വണ്ടി ഇങ്ങനെ ഇടിച്ചാലോ. ഇവിടെ നിന്ന് അങ്ങനെ തിരിക്കാൻ എൻ്റെ പ്രൊഫഷണൽസ് എടുക്കേണ്ടി വരും. വണ്ടി ഹാൻഡ് ബ്രേക്കിൽ എടുത്ത് തിരിക്കാട്ടോ. എനിക്ക് ഗിയറൊക്കെ നല്ല ടൈറ്റാണ്. ആ പോസ്റ്റ് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൽ ഇട്ടാ തിരിക്കുന്നത്. എന്നാൽ വണ്ടി കേസ് ഒരു എന്താ പറയുക, വേറെ തന്നെ ഒരു ഫീൽ ഉണ്ടാവും. എന്താ പിടിച്ച് നിൽക്കും വണ്ടി. അയ്യോ ഇത്ര ദിവസം കാർ ഓടിച്ച് ഒരു ഇത് വെച്ചിട്ട്, ഇത്ര കൊല്ലങ്ങളായിട്ട് കാർ ഓടിച്ച ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ബസ് ഓടിക്കുന്നത്. ഇത് കാരണമാര് എന്താ പറയുക കൊടുത്താൽ തന്നെ അങ്ങോട്ട് അനങ്ങൂല. കാരണം ബസ്സാണ്. ബസ്സിൻ്റെതായ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓടിക്കുമ്പോഴുള്ള ഒരു ഫീല് പറയണ്ടല്ലോ. ഇമാര് വലിയ സ്റ്റെയറിങ് പിടിച്ചങ്ങോട്ട് തിരിക്കാനുള്ള പവറുമാണ്. നമ്മൾ കുറച്ച് ജിമ്മിനൊക്കെ പോകേണ്ടി വരും ഇതൊക്കെ ഓട്ടണമെങ്കിൽ. പവർ സ്റ്റിയറിംഗ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടീൻ്റെ ഗ്രാൻഡ് എൻട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിലെത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ
പക്ഷെ എത്താൻ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ടോളും കാര്യം കഴിഞ്ഞില്ല. ടോള് കഴിഞ്ഞു, ഒരു ടോള് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇനി കുറച്ച് ദൂരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് പോയി. അയ്യോ, കയ്യിൽ നിന്ന് പോരുത്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഫുഡ് കഴിക്കണം. കാരണം നേരത്തെ ചായ കുടിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട് കേട്ടോ. പുതിയ സാധനമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളമാതിരി ഗായ്സ്, അത് എനിക്ക് ഓർമ്മ വന്നിട്ടോ. ഡെലിവറി ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ 12 മണിക്ക് ഡെലിവറി ചെയ്ത ബസ്സാണ് ബസ്. ലാഗ് തുടങ്ങിയിട്ടുണ്ട്. അത് മാപ്പിൽ ഓടാൻ വന്നതിൻ്റെയാണ്, അല്ലാണ്ട് വേറെ സീനും കാര്യമൊന്നുമില്ല. നമ്മൾ സിറ്റിയിലേക്ക് എത്താനായിട്ട് ഗൈസ്, അതാണ് സന്തോഷം. നമ്മളെ വണ്ടി അങ്ങനെ സിറ്റിയിലേക്ക് കയറുകയാണ്. വളയാർ പരമശിവൻ. ഇത് വണ്ടിക്ക് പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. എന്താ പറയുക, ടൈറ്റ് നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒരു നെയിം കാര്യങ്ങളൊക്കെ വേണ്ട വണ്ടീനെ വിളിക്കാൻ പറ്റേ. നമുക്ക് നേരെ വണ്ടി സ്ഥലത്ത് കയറ്റിയിടണം. നമ്മളതായ ഒരു സ്ഥലമുണ്ട് നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ. എന്താ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ സ്ഥലങ്ങളൊക്കെ വന്നേക്കുന്നത്. വീഡിയോകളെ ലെങ്ത്തായി, അധികം ലെങ്ത്തിനൊന്നും ആയില്ല. നമ്മൾ ഓൾറെഡി ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇടാറ്. റിവേഴ്സ് കയറ്റാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു റിവേഴ്സ് കയറ്റണ്ട കേട്ടോ. കരിമിനിയുള്ള പവറാണ് കണ്ടപ്പോൾ വെറുതെ പാടി വയ്ക്കതാട്ടോ. ഇവിടെ നിന്നാണ് ശരിക്കും പ്രൊഫഷണൽ തീരുമാനിക്കേണ്ട കാര്യം. നമ്മളെ പ്രോ ഡ്രൈവറിൻ്റെ എന്താ പറയുക, എന്താ തീരുമാനിക്കൂല തന്നെ. നമ്മൾ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് മാത്രമേ കൊടുത്തുള്ളൂ വണ്ടിക്ക്. ഒക്കെ പൊളിച്ചിട്ടുണ്ട്. അതൊന്നും വണ്ടിക്ക് ഒരു ഡാമേജും ആവില്ല. കാരണം അത് തൊട്ടാൽ പറയുന്ന പേപ്പേഴ്സാണ്. ഓക്കെ, വണ്ടി കുടുങ്ങിയിട്ടാ റിവേഴ്സ് കയറ്റിയാൽ മതി. നല്ല സ്പീഡിൽ വന്ന് കയറ്റേണ്ടി വരും. അയ്യോ, പുതിയ ബോഡി ബിൽഡ് ചെയ്യേണ്ടി വരും. സമ്മാതി ഇതായിപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടി എടുക്കാം. അവിടെ നിന്ന് സ്ലിപ്പ് തട്ടുന്നുണ്ട്, അതാണ് ആ പോസ്റ്റും പോയി, എല്ലാം പോട്ടെ കേസ്. ഇവിടെ നിങ്ങളുടെ എത്ര നമ്മളെ ആക്സിലേറ്റർ വിട്ടുപോയി. കൊടുക്കുമ്പോൾ തന്നെ നല്ല പവറിലാണ് കൊടുത്ത് കയറണം. ഇതൊക്കെ മതി. കയറി 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 പൈസ. നമ്മൾ ഇവിടെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ ഇടാൻ പോണത്. ഇവിടെ നിന്ന് ആകുമ്പോൾ പൈസ ഒരു കുഴപ്പം ഉണ്ടാവില്ല. വണ്ടി എന്താണ് ഒരു വീടിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇടുന്ന അവന്മാരുണ്ടാവും. എന്താ പറയുക, മഞ്ഞും കൊള്ളൂല മഴയും കൊള്ളൂല, പ്രശ്നമില്ല. ഇനി വണ്ടി കുറച്ച് നേരത്തേക്കാണ് ഓടുന്നത്. കാരണം കുറച്ച് വിശ്രമിക്കട്ടെ. അപ്പോൾ നമ്മളപ്പോൾ എങ്ങനെ പോയച്ചാൽ കാറിലാണ് ഞാൻ എൻ്റെ എന്താ പറയുക ഓഡിയിലാണ് പോയത്. അപ്പോൾ ഓഡിയേഴ്സ് നമ്മളെ ഫ്രണ്ട്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് വണ്ടിയിലെ സൈക്കിൾ നോക്കിയിട്ട് സന്തോഷം കേസ് വണ്ടി അങ്ങനെ കാണുമ്പോൾ നമുക്ക് വണ്ടിങ്ങളൊക്കെ ലോക്ക് ചെയ്യാം. വണ്ടി ഇപ്പോൾ ഓഫാണ്, ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് വേണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് നടന്നു പോകാം. നല്ല ക്ഷീണമുണ്ട്. കാണുന്നതാണ് ഫ്ലാറ്റ്. ഇപ്പോൾ ചെറുക്കൻ്റെ ഒരു മാസം എൻട്രിങ് കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും. ഇപ്പോൾ അത്രയൊക്കെയുള്ള ബൈ.